പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവശബ്ദമായി നിങ്ങളുടെ മുന്നിൽ വരുവാൻ സ്വർഗമൊരുക്കിയ സാവകാശമോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുള്ളതിനെ, ദൈവം കണ്ടിരിക്കുന്നതിനെ, ദൈവിക പദ്ധതിയുള്ളതിനെ എന്തു വില കൊടുത്തും കർത്താവ് അവരെ പുറത്തു കൊണ്ടുവന്നിരിക്കും. ദൈവിക പദ്ധതിയുള്ളവൻ തടവറയിൽ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവിക പദ്ധതിയുള്ളവൻ, അഭിഷേകമുള്ളവൻ, ദൈവകൃപയുള്ളവൻ, ദൈവശബ്ദം കേട്ട ഒരു അഭിഷിക്തനാണോ, ഒരു ദൈവ പൈതലാണോ, നീ ദുരന്തത്തിൻ്റെ അകത്ത്, നീ കഷ്ടതയുടെ അകത്ത്, പ്രതിസന്ധിയുടെ അകത്ത് തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രതിസന്ധി ഉണ്ടാകത്തില്ല എന്നല്ല, പ്രതിസന്ധി ഉണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ അതുകൊണ്ട് നീ തീരത്തില്ല അഭിഷിക്തനെ, അതുകൊണ്ട് നീ തീരത്തില്ല ദൈവത്തിലെ, നീ പുറത്തു വരും. ഏത് പ്രതിസന്ധിയുടെ അകത്താണെങ്കിലും, ഏത് പ്രശ്നത്തിൻ്റെ അകത്താണെങ്കിലും, അതിൻ്റെ അകത്തുനിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് തൻ്റെ മഹത്വത്തെ ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 25-ാം അധ്യായം 16-ാം വാക്യം. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ അവർ പാടി ദൈവത്തെ ആരാധിച്ചു. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകൾ എല്ലാം തുറന്നുപോയി. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്ന് പാടി ദൈവത്തെ ആരാധിച്ചു. അന്നുവരെയും നടക്കാത്ത ഒരു സംഭവം നടന്നു. ഒരു ചരിത്രത്തെ തിരുത്തുന്ന ഒരു ദൈവപ്രവൃത്തി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി തൻ്റെ ഭക്തന്മാരെ സ്വർഗം പുറത്തു കൊണ്ടുവന്നു. കാരാഗൃഹം ദൈവത്തിന് വിഷയമല്ല, നിയമങ്ങളും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് വിഷയം തൻ്റെ ഭക്തന്മാരാണ്. അർദ്ധരാത്രിയിൽ ഉറക്കം കളഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവശബ്ദത്തിനു വേണ്ടി കാതോർക്കുന്ന, വില കൊടുക്കുന്ന അഭിഷിക്തന്മാരെ, നിങ്ങൾ അധികം നാൾ കാരാഗൃഹത്തിന് സമമായ സാഹചര്യത്തിൽ തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഈ വിഷയത്തെ ജനത്തോട്, അഭിഷിക്തന്മാരോട്, രാജ്യങ്ങളോട്, രാജ്യങ്ങളിലുള്ള അഭിഷിക്തന്മാരോട് ഈ ദൈവശബ്ദത്തെ കൈമാറാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ശബ്ദത്തെ നിങ്ങളുടെ മുമ്പിൽ കൈമാറുന്നത്. നിങ്ങൾ പൗലോസേ, ആ കാരാഗൃഹം കൊണ്ട് നീ തീരത്തില്ല. കാരാഗൃഹത്തിന് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനത്തെ ഇളക്കി നിന്നെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന്, ഇന്നുവരെയും കാരാഗൃഹം കണ്ടിട്ടില്ലാത്ത രാജാക്കന്മാർ, കണ്ടിട്ടില്ലാത്ത പുരോഹിതന്മാർ, കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികളെ കാരാഗൃഹത്തിൻ്റെ അകത്ത് ചെയ്യിപ്പിച്ച് നിന്നെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന, നീ നിമിത്തം ദൈവസഭയ്ക്ക് ലേഖനങ്ങളെ, 14 ലേഖനങ്ങൾ എഴുതേണ്ട അഭിഷിക്തനെ നീ കാരാഗൃഹം കൊണ്ട് തീരാൻ സ്വർഗം അനുവദിക്കത്തില്ല. നിങ്ങൾ അതിനകത്തുനിന്ന് പുറത്തു വരും. പ്രൈസ് ഗോഡ്. ദൈവിക പദ്ധതിയാണ് നീ 14 ലേഖനങ്ങൾ എഴുതി ദൈവസഭയ്ക്ക് കൈമാറണമെന്നുള്ളത്. അതിലേക്ക് കയറ്റാതെ നിന്നെ പൂട്ടിയിടാൻ നോക്കിയാൽ നടക്കത്തില്ല പിശാചേ. പൗലോസ് പുറത്തു വരും. എന്നെ കേൾക്കുന്ന അഭിഷിക്ത, എന്നെ കേൾക്കുന്ന ദൈവജനമേ, അഭിഷിക്തകളെ, നിങ്ങളോട് ഉള്ള ദൈവശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. നിങ്ങളെ പൂട്ടിയിടാൻ പിശാചിന് കഴിയത്തില്ല. ചില നാളുകൾ, ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ ഒന്ന് ഡൗൺ ആയേക്കാം, ഒന്ന് മാറിയിരിക്കേണ്ട വന്നേക്കാം. പക്ഷേ നിങ്ങൾ അതുകൊണ്ട് തീർന്നു എന്ന് ചിന്തിക്കരുത്. പൗലോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ നിന്നെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരും. ആ രോഗം കൊണ്ട് നീ തീരത്തില്ല. ആ പ്രശ്നം കൊണ്ട്, ആ പ്രതിസന്ധി കൊണ്ട് നീ തീരത്തില്ല. ആ ഒറ്റപ്പെടൽ കൊണ്ട്, ചിലരുടെ തന്ത്രപരമായ നീക്കങ്ങളാൽ
ചില തടവറകൾ, ചില ഒറ്റപ്പെടലുകൾ, ചില മാറ്റി നിർത്തലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ദൈവദാസിനെ നീ തീരത്തില്ല, ദൈവദാസിയെ നീ തീരത്തില്ല. നീ പുറത്തു വരാൻ പോകുന്നു. കാരണം നിന്റെ കയ്യിലൂടെ എഴുതേണ്ട ലേഖനങ്ങൾ നിന്റെ കയ്യിലൂടെ തന്നെ എഴുതിക്കത്തുള്ളൂ. നിങ്ങളുടെ കയ്യിലൂടെ എഴുതേണ്ട, നിങ്ങളുടെ വായിലൂടെ പ്രസംഗിക്കേണ്ട, അറിയിക്കേണ്ട ദൂതുകൾ നിങ്ങളുടെ വായിലൂടെ മാത്രമേ ആ ദൂതിനെ ദൈവം കൈമാറത്തുള്ളൂ. നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടേണ്ട, നീ നിമിത്തം വിടുവിക്കപ്പെടേണ്ട, നീ നിമിത്തം പുറത്തു വരേണ്ട ആമേൻ വ്യക്തികൾ നീ നിമിത്തമേ പുറത്തു വരുത്തൂ. നിരാശപ്പെടരുത്. കാരാഗ്രഹം കൊണ്ട്, ഈ പ്രശ്നം കൊണ്ട് ഞാൻ തീർന്നു പോകും, കഴിഞ്ഞു, എല്ലാം അസ്തമിച്ചു, ഇതുകൊണ്ട് സകലതും തീരുകയാണ്. നോ, തീരത്തില്ല. പൗലോസ് ഇന്ന് പുറത്തു വരും. വീണ്ടും പൗലോസ് നിരാശ വന്നു. മനുഷ്യരാം, നിരാശ വരാം. നിരാശ വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, നിരാശ വരാം. അപ്പോസ്തലപ്രവൃത്തി ലാസ്റ്റ് അധ്യായത്തിലോട്ട് വരുമ്പോൾ അവരുടെ 27-28 അധ്യായങ്ങളിൽ കാണാൻ കഴിയുന്നത് പൗലോസിന്റെ യാത്രയിൽ പൗലോസ് നിരാശ വന്നെന്ന്. ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെ അറ്റുപോയി. ഇത്ര പ്രസംഗിച്ച, ഇത്ര ശക്തമായി ശുശ്രൂഷ ചെയ്ത, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി പുറത്തു വന്ന പൗലോസിന്റെ പോലും മനസ്സിടറി. ഞങ്ങൾ രക്ഷപ്പെടുമോ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമോ, വാഗ്ദത്തത്തിലേക്ക് ഞങ്ങൾ എത്തുമോ, ഇനി ഒരു പകൽ കാണാൻ കഴിയുമോ, ഒരു കര കാണാൻ കഴിയുമോ, ഇനി ഞങ്ങളുടെ ബന്ധുവൃത്താദികളെ ഞങ്ങൾ കാണുമോ, ഇനി ഞങ്ങളുടെ ദൈവജനത്തെ ഞങ്ങൾ കാണുമോ എന്നുള്ളതെല്ലാം ഒരു നിമിഷം കൊണ്ട് മുഴുവൻ നിരാശയ്ക്കകത്ത് മുങ്ങിപ്പോയ പൗലോസ് ഞങ്ങൾ രക്ഷപ്പെടുമോ എന്നുള്ള ആശയൊക്കെ അറ്റുപോയി. പക്ഷേ പൗലോസേ, തീരത്തില്ല. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവിക നിയോഗമുള്ള, ദൈവിക പദ്ധതിയുള്ള, ദൈവത്തിൻ്റെ അഭിഷേകത്തെ വഹിക്കുന്ന, ദൈവം കണ്ടിരിക്കുന്ന പൗലോസിനെ തകർക്കാൻ കടലിനോ കപ്പലിനോ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ഒരു കപ്പൽ തകർന്നേക്കാം പൗലോസ്, ഒരു കപ്പൽ തകർന്നേക്കാം. പക്ഷെ ആ കപ്പൽ തകർന്നാലും നീ അതിനകത്ത് സേഫായിരിക്കും. നിന്റെ യാത്രയിൽ അനർത്ഥങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, കൊടുങ്കാറ്റുകളൊക്കെ നേരിട്ടേക്കാം. നിന്റെ യാത്ര മധ്യേ പലതും നേരിട്ടേക്കാം. പക്ഷെ നിന്റെ പ്രാണനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ നിമിത്തം ഒരു ദ്വീപ് വിടുവിക്കപ്പെടേണ്ടതുണ്ട്. ആമേൻ. നീ നിമിത്തം ആയിരങ്ങൾ ഇനിയും വിടുവിക്കപ്പെടാനുണ്ട്. എന്നെ കേൾക്കുന്ന അഭിഷിക്ത, എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെ കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആത്മനിറവിൽ ആരാധിക്കുന്ന, ഇരുട്ടറയിൽ കയറിയിരിക്കുന്ന, റൂമുകൾ കൊണ്ട് ഒതുങ്ങിയിരിക്കുന്ന അഭിഷിക്തനെ, അഭിഷിക്തയെ, നിങ്ങളുള്ള ദൈവശബ്ദമാണ് ഞാൻ കൈമാറുന്നേ. അതുകൊണ്ട് നിങ്ങൾ തീരത്തില്ല, നിങ്ങൾ പുറത്തു വരാൻ പോകുന്നു. പൗലോസ്, നിന്റെ ആശയൊക്കെ അറ്റുപോയി. പക്ഷെ നീ ചിന്തിക്കാത്തത് ദൈവം ചെയ്യാൻ പോകുന്നു. നിന്റെ പ്രതീക്ഷകളെല്ലാം അറ്റുപോയി. രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷ എല്ലാം അറ്റുപോയി. മുഴുവൻ തകർന്ന് തരിപ്പണമോ, ജീവൻ, പ്രാണൻ നഷ്ടപ്പെടാൻ പോവുകയാണ്. സൂര്യനെയോ നക്ഷത്രങ്ങളോ കാണാതെയുള്ള രാത്രികൾ, പകലെന്നോ രാത്രിയെന്നോ അറിയാതെ, ഒരു മനുഷ്യരെ കാണാൻ കഴിയാതെ, ഒരു കര കാണാൻ കഴിയാതെ വല്ലാത്ത സാഹചര്യത്തിൽ വലഞ്ഞിരിക്കുന്ന പൗലോസ്, ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, വല്ലാത്ത സാഹചര്യത്തിൽ, വല്ലാത്ത പ്രതിസന്ധിയിൽ വലഞ്ഞിരിക്കുന്ന, വേദനപ്പെട്ട് നൊമ്പരപ്പെട്ടിരിക്കുന്ന, ആരും സഹായത്തിനെത്താൻ കഴിയാതെ, രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം അറ്റുപോയി, ഇനി ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവോ, ഇനി അനുഗ്രഹിക്കപ്പെടുവോ, ഇനി രക്ഷയുണ്ടാകുമോ എന്ന് ചോദിച്ചിരിക്കുന്ന കുടുംബമേ, ചോദിച്ചിരിക്കുന്ന സഹോദര, സഹോദരി, അഭിഷിക്തനെ, നിങ്ങളുടെ ദൈവശബ്ദമാണ്. നീ ഇതിനെ സ്വീകരിക്കുക, ഇതിനെ ആമേൻ പറയുക. നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാകാൻ പോകുന്നു, വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോകുന്നു, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഓ റമാന സൈറ്റി ഖറാബോ റിയാക്ഷസിയ, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്നവനാണോ, ആത്മാവിൽ ആരാധിക്കുന്നവനാണോ, നിനക്ക് നിരാശ നേരിട്ടോ,
പേടിക്കണ്ട. നിരാശ വന്നോ, സാധാ മനുഷ്യനെ പോലെ നീ ആയിത്തീർന്നോ, പേടിക്കണ്ട. സ്വർഗം നിന്നെ കൈവിടത്തില്ല. അഭിഷിക്തേ, സഹോദരി, സഹോദര, നിന്നെ ദൈവം കൈവിടത്തില്ല. കർത്താവിന് നിന്നെ വേണം. നിന്നിലൂടെ തന്നെ അടുത്ത ലേഖനങ്ങളിലേക്ക് സ്വർഗം കയറത്തുള്ളൂ. ആമേൻ. അടുത്ത ലേഖനങ്ങൾ എഴുതേണ്ട കൈയാണ് നിന്റെ കൈ. ആമേൻ. നീ തകരാൻ കടലിനെ നിന്നെ മുക്കാൻ വിട്ടുകൊടുക്കത്തില്ല. ഒരു അനർത്ഥവും സംഭവിച്ചു തീരാൻ സ്വർഗം അനുവദിക്കത്തില്ല. അതിൻ്റെ അകത്തും നിന്നെ സേഫായി സൂക്ഷിച്ച് മറ്റൊരു ദ്വീപിലേക്ക് കയറ്റി, ആ ദ്വീപിൽ വെച്ച് ആമേൻ ഇവരുടെ അടുത്ത് കിട്ടാത്ത മാന്യതയും ആമേൻ 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 നന്മയും നിന്റെ കയ്യിൽ തരാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. നീ തീരുമെന്നോട് ചിന്തിക്കുമ്പോൾ മറ്റൊരിടത്ത് നിനക്കുള്ള സ്റ്റേജിനെ, പുൽപിറ്റിനെ സ്വർഗം ഒരുക്കി വച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് വരെ ഒരു ശുശ്രൂഷകനും എത്താത്ത ഒരു മെരീറ്റ് ദ്വീപ് നിനക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് വരെ ഒരു ശുശ്രൂഷകനും എത്താത്ത ചില സ്റ്റേജുകൾ, ചില സ്റ്റേറ്റുകൾ, ചില രാജ്യങ്ങൾ, ചില പട്ടണങ്ങൾ, ചില വീടുകൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ദൈവം വെച്ചിരിക്കുന്നു. അവിടെ നീ തന്നെ കാലുകുത്തത്തുള്ളൂ. അവിടെ നീ തന്നെയാണ് സൗഖ്യം ചെയ്യാൻ നടത്താൻ പോകുന്നത്. നീ തന്നെയാണ് രോഗികളെ സൗഖ്യമാക്കാൻ പോകുന്നത്. നീ തന്നെയാണ് അവിടെ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നത്. നീ നിമിത്തം ആ വീട്ടിലുള്ള, ആ രാജ്യത്തുള്ള, ആ ജില്ലയിലുള്ള, ആ പട്ടണത്തിലുള്ള, ആ ദ്വീപിലുള്ള ജനങ്ങൾ ഭയപ്പെടാൻ പോകുന്നു, അത്ഭുതപ്പെടാൻ പോകുന്നു. നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമായി. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ അത്ഭുതം ചില അഭിഷിക്തന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നീ തീർന്നു, കഴിഞ്ഞു, ഇനി എനിക്ക് പുറത്തു വരാൻ കഴിയത്തില്ല, ഇനി എനിക്ക് ശുശ്രൂഷയില്ല, ഇനി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല, ഇനി എൻ്റെ തലമുറ പുറത്തു വരരുത്, ആര് പറഞ്ഞു പുറത്തു വരത്തില്ലെന്ന്. ആമേൻ. ആരൊക്കെ എന്തൊക്കെ കമൻറ്റുകൾ പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ നിനക്കെതിരെ എഴുതിയാലും, ആരൊക്കെ നിന്നെ ഒതുക്കിയാലും, പ്രിയരെ, നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ, ദൈവശബ്ദം നിന്റെ മേലുണ്ടെങ്കിൽ, നീ ദൈവിക പദ്ധതിയിലുള്ളവനാണെങ്കിൽ ഇതിനൊന്നും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ആമേൻ. ഏത് ആമേൻ പ്രതിസന്ധിക്ക് അകത്ത് കുഴഞ്ഞിരിക്കുന്ന അഭിഷിക്തന്മാരെ, ദൈവജനമേ, നിങ്ങൾ പുറത്തു വരാൻ പോകുന്നു. ആ നാളുകളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ഈ ദൈവശബ്ദങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, ഈ ദൈവശബ്ദങ്ങളെ മുറുകെ പിടിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് പറയുന്ന ശബ്ദങ്ങളെ ഞാൻ കൈമാറുന്നു. ഹല്ലേലൂയ. ഈ ദ്വീപ്, മെലീറ്റ ദ്വീപ്, പൗലോസിന് വേണ്ടി ദൈവം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ദ്വീപിൽ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ ഇന്നുവരെ നടന്നിട്ടില്ലാത്ത, ഇനി നടക്കത്തില്ലാത്ത അത്ഭുതങ്ങൾ ആ ദ്വീപിൽ സംഭവിക്കാൻ പോകും. ഇന്നുവരെ നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ആ ദ്വീപിൽ സംഭവിക്കാൻ പോകുന്നു. ദ്വീപ് പ്രമാണി കാണാൻ പോകുന്നു. ഇങ്ങനൊരു ദൈവപ്രവൃത്തി, ഇങ്ങനൊരു ദൈവമോ എന്ന് ചോദിക്കുന്ന വിധത്തിലുള്ള അത്ഭുതങ്ങൾ അവിടുത്തെ ദ്വീപ് പ്രമാണിയെ തൊടുന്ന അഭിഷേകം. ഹല്ലേലൂയ. അവിടെയുള്ള ജനത്തെ അതിശയപ്പെടുത്തുന്ന അഭിഷേകം നിങ്ങളിൽ നിന്നും പുറപ്പെടാൻ പോകുന്നു. ഒരു കപ്പൽ തകർന്നുവെന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നേ? ഹേയ് അഭിഷേകത്തിനെ, ഒരു കപ്പൽ തകർന്നു എന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നേ? നിനക്ക് വേണ്ടി അടുത്ത കപ്പൽ റെഡിയായെന്ന്. ഒരു പ്രവർത്തനം തകർന്നുവെന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നേ? ഒരു ശുശ്രൂഷ സാഹചര്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നേ? ഒരു യാത്ര നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നേ? ഹേയ് വിട്ടുകളാ. നിനക്ക് വേണ്ടി അടുത്ത മേഖല തുറന്നു കഴിഞ്ഞു. നിനക്ക് വേണ്ടി അടുത്ത യാത്ര ഒരുങ്ങിക്കഴിഞ്ഞ പക്ഷത്തിനെ, നിനക്ക് വേണ്ടി അടുത്ത മീറ്റിംഗ് റെഡിയായി കഴിഞ്ഞു. നിനക്ക് വേണ്ടി അടുത്ത ദേശം റെഡിയായി കഴിഞ്ഞു. നിനക്ക് വേണ്ടി അടുത്ത കപ്പൽ റെഡിയായി കഴിഞ്ഞു. നിന്നെ ആദരിക്കുന്ന, നിന്നെ ബഹുമാനിക്കുന്ന, നിന്നെ സല്യൂട്ട് അടിക്കുന്ന ഒരു ദേശം, ഒരു പട്ടണം, ഒരു രാജ്യം റെഡിയായി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചു പോയതിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. അത്ഭുതങ്ങൾ നീ കാണാൻ പോകും. നിരാശപ്പെടല്ലേ, പുറകോട്ട് പോകരുത്. ആരുമില്ല, വേണ്ട, കർത്താവ് കൂടെയുണ്ടെന്ന്. ആരുമില്ലേ, വേണ്ടെന്നേ, പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെന്ന്. നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന, നിന്റെ കൂടെ ചേർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്, ആശയൊക്കെ അറ്റുപോകരുത്.
സംഭവിച്ചേക്കാം, മനുഷ്യരാണ്. പക്ഷേ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി കപ്പൽ റെഡിയായതുപോലെ, കപ്പൽ മാത്രമല്ല റെഡിയായത്, അവന് വേണ്ടിയുള്ള ഗിഫ്റ്റുകൾ പരിശുദ്ധാത്മാവ് റെഡിയാക്കി കൊടുത്തു. കൈശൂന്യമായി നിൽക്കുന്ന അഭിഷിക്ത, കൈശൂന്യമായി നിൽക്കുന്ന ദൈവജനമേ, നിനക്ക് വേണ്ടി ഗിഫ്റ്റുകൾ വരെ റെഡിയാക്കി ഒരു ദീപം നിൽക്കുക. ആമേൻ. നിനക്ക് വേണ്ടി ഈ ശബ്ദം കേൾക്കുന്ന അഭിഷിക്തന്മാരോട്, അഭിഷിക്തകളോട്, ദൈവജനത്തോട് ഞാൻ പറയും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, ആമേൻ, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, ആമേൻ, രാജ്യം, ഒരു ദ്വീപ് സ്വർഗം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ആമേൻ. നിന്നെ മാനിക്കുന്ന, നിന്നെ ബഹുമാനിക്കുന്ന, നിന്നെ ആദരിക്കുന്ന, നിനക്ക് ഗിഫ്റ്റുകൾ കൈമാറി, നീ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റുകൾ നിന്റെ കയ്യിൽ തന്നെ ആദരിച്ച് നിന്നെ യാത്ര അയക്കുന്ന ഒരു നല്ല നാൾ നിനക്കുണ്ടാകാൻ പോകും. പ്രൈസ് ദി ലോർഡ്. നീ നിമിത്തം പുറത്തു വരേണ്ടവർ, നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടേണ്ടവർ, അവരടുക്കിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ അയക്കാൻ പോകും. ദൈവം തൻ്റെ ഭക്തന്മാരെ ഏതു പ്രതിസന്ധിയുടെ അകത്തുനിന്നും അവൻ വിടുവിക്കും. അത് കാരാഗ്രഹത്തെ തകർക്കണമെങ്കിൽ കാരാഗ്രഹത്തെ തകർക്കും, ചങ്ങലകൾ പൊട്ടിക്കണമെങ്കിൽ ചങ്ങലകൾ പൊട്ടിക്കും. കർത്താവിന് വിഷയം തൻ്റെ ഭക്തന്മാരാണ്, കർത്താവിന് വിഷയം തൻ്റെ മക്കളാണ്, കർത്താവിന് വിഷയം തൻ്റെ അഭിഷിക്തനാണ്. അത് നിയമം ദൈവത്തിന് വിഷയമല്ല. കാരാഗ്രഹം ദൈവത്തിന് വിഷയമല്ല. നീ ആയിരിക്കുന്ന കാരാഗ്രഹത്തിൻ്റെ അകത്തു നിന്ന് ദൈവാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടും. ദൈവം തൻ്റെ ഭക്തന്മാരെ ഏത് സാഹചര്യങ്ങളുടെ അകത്തുനിന്നും അവൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ. നിരാശപ്പെടരുത്, നിരാശപ്പെട്ടു പോകരുത്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. ആമേൻ. ബൈബിളിലെ ഭക്തന്മാരെ ഒക്കെ നോക്കുക. അവർ ഒന്നല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൻ്റെ അകത്ത് കയറി പ്രതിസന്ധി അനുഭവിച്ചവരാണ്. പക്ഷെ അവരവിടെ തീർന്നില്ല. അവരിൽ ഏൽപ്പിച്ച ശുശ്രൂഷ പൂർത്തീകരിക്കുന്ന ടൈം വരെയും സ്വർഗം അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് പോലെ നിങ്ങളെയും സ്വർഗം സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്, പുറകോട്ട് പോകരുത്. നീ പ്രാർത്ഥനയിലും ആരാധനയിലും ഉറ്റിരിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, അഭിഷേകത്തിൽ കയറി വരിക. നിരാശപ്പെടരുത്. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ ദൈവദാസന്മാരെ നിങ്ങൾ കാണാൻ പോകുന്നു, ദൈവജനമെ നിങ്ങൾ കാണാൻ പോകുന്നു, നിങ്ങളുടെ തലമുറ ഇത് കാണാൻ പോകുന്നു. ഹല്ലേലൂയ. ഒരു അഭിഷിക്തനെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. സിംഹത്തിൻ്റെ ഗുഹയിലാക്കപ്പെട്ട ദാനിയേൽ, അവൻ ചെന്ന് വീണത് സിംഹത്തിൻ്റെ കുഴിയില്ല. താൻ ഒരു തെറ്റും ചെയ്തവനല്ല. പക്ഷേ നിയമം അവന് പ്രതികൂലമാണ്. അവനെ എടുത്ത് സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ഇട്ട് കളഞ്ഞു. പക്ഷെ സിംഹത്തിന് വാ തുറക്കാൻ കഴിഞ്ഞില്ല. ദാനിയേല് സിംഹത്തിൻ്റെ കുഴിയിൽ നടക്കുകയാണ്. സാധാരണ നിലത്തോടെ നടക്കുന്നത് പോലെ, സാധാരണ സ്ഥലത്തോടെ നടക്കുന്നത് പോലെ, ഇല്ലെങ്കിൽ തൻ്റെ മുറ്റത്ത് നടക്കുന്നത് പോലെ ദാനിയേല് സിംഹത്തിൻ്റെ കുഴിയിൽ ഫ്രീ ആയി നടക്കുകയാണ്. അത്ഭുതം. ഇതാണ് അഭിഷേകം, ഇതാണ് കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ, ഇതാണ് ദൈവ സാന്നിധ്യം, ഇതാണ് അഭിഷേകം, ഇതാണ് അഭിഷേകം. സിംഹത്തിൻ്റെ കുഴിക്കകത്ത് സിംഹം തിന്നുമെന്നുള്ളത് ഗ്യാരണ്ടി ഉണ്ട്. ഇന്ന് വരെയും ചരിത്രത്തിൽ ആ കുഴിയിൽ വീണ ആരും പുറലോകം കണ്ടിട്ടില്ല. ആർക്കും നടക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സമയം കൊടുക്കാതെ അതിനെ പിച്ചി ചീന്തി തിന്നൊടുക്കിയ സിംഹം അതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ ഇവൻ ഒരു മിനിറ്റ് അല്ല, അതിനകത്തോടെ നീണ്ട മണിക്കൂറുകൾ നടക്കുകയാണ്. പലരെയും ഒതുക്കിയ സിംഹം കണ്ടേക്കാം, പലരെയും ഒതുക്കിയ സിംഹക്കുഴിയിലായിരിക്കാം, സിംഹത്തിൻ്റെ കുഴിക്കകത്തായിരിക്കാം നീ വീണിരിക്കുന്നത്. പക്ഷേ അതിന് നിന്നെ തൊടാൻ കഴിയത്തില്ലെന്ന്. അഭിഷേകത്തിൻ്റെ മഹത്വം, നിന്റെ പേരിലുള്ള വിളിയുടെ മഹത്വം അത്ര വലുതാണ്.
നിന്റെ മേലുള്ള തിരഞ്ഞെടുപ്പ്, നമ്മുടെ മേലുള്ള തിരഞ്ഞെടുപ്പ് അത്ര വലുതാണ്. സിംഹങ്ങൾക്ക് തൊടാൻ പറ്റാത്ത അഭിഷേകം. സിംഹത്തിന് മണത്ത് പോലും നോക്കാൻ പറ്റാത്ത അഭിഷേകമാണ് ദൈവദാസനെ, ദൈവദാസി, നിങ്ങളുടെ ഉള്ളിൽ സ്വർഗം പകർന്നിരിക്കുന്നത്. വിഴുങ്ങിക്കളയാൻ, കടിച്ചു കീറുവാൻ, ചീറി അടുക്കുന്നതിന് തൊടാൻ പറ്റാതെ മൗനമായി വായടച്ചിരിക്കുന്ന വിധത്തിലുള്ള ദൈവപ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും. നിന്നെ വലിച്ചു കീറിക്കളയുവാൻ, നിന്നെ പിച്ചു ചീന്തുവാൻ, ഇല്ലാതെയാക്കുവാൻ, കൊന്നുകളയാൻ പാഞ്ഞെടുക്കുന്ന സിംഹത്തെ, അലറിയെടുക്കുന്ന സിംഹത്തെ വായടപ്പിക്കുന്ന ദൈവപ്രവൃത്തി സ്വർഗം ചെയ്യാൻ പോകും. പിറ്റേ ദിവസം അവൻ സേഫായി പുറത്തു വന്നതുപോലെ ചില പ്രതിസന്ധിയുടെ അകത്ത് വീണുപോയ, അബദ്ധത്തിൽ വീണുപോയ ചില തലമുറകളെ സ്വർഗം സേഫാക്കി പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറ പ്രതീക്ഷിക്കാത്ത ചില സിംഹത്തിൻ്റെ കുഴി പോലുള്ള, വിട്ടുകിട്ടാനുള്ള സാധ്യതകളില്ലാത്ത ചില ബന്ധത്തിൻ്റെ അകത്ത് കുരുങ്ങിപ്പോയ ചില തലമുറകളെ സ്വർഗം അവരുടെ വായ അടപ്പിച്ച് അവരെ പുറത്തു കൊണ്ടുവരാൻ പോകും. നിങ്ങളുടെ തലമുറ സേഫായി മാറാൻ പോകും. യേശുവിൻ്റെ നാമത്തിൽ തലമുറകളുടെ മേൽ ആ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കുടുങ്ങിപ്പോയ, കുരുക്കിൽ അകപ്പെട്ട ചില തലമുറകൾ, അഭിഷേകമുള്ള, ദൈവവിളിയുള്ള, ദർശനമുള്ള, ദൂതുകൾ, വാഗ്ദത്തങ്ങൾ കേട്ടിരിക്കുന്ന ചില തലമുറകൾ കുരുക്കിക്കിടക്കുന്ന സിംഹത്തിന്റെ കുഴിക്കകത്തുനിന്നും പരിശുദ്ധാത്മാവ് അവരെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ സംഭവിക്കും. നിന്റെ തലമുറ പുറത്തു വരും. ബിഷപ്പിനെ നീ പുറത്തു വരും. ദൈവദാസി നീ പുറത്തു വരും. സഹോദരൻ നീ പുറത്തു വരും. നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. ഒരു സിംഹത്തിനും, ഒരു കൊന്നുകളയുമെന്ന് പറയുന്ന, ഭീഷണിപ്പെടുത്തുന്ന ഒരു ഭീഷണികൾക്കും നിന്നെ തൊടാൻ പറ്റാത്ത കവറിങ് ഉള്ള ഒരു അഭിഷേകമാണ് നിന്റെ മേൽ ഉള്ളത്. അത് സംഭവിക്കും യേശുവിൻ്റെ നാമത്തിൽ. അതങ്ങനെ നടക്കട്ടെ. ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നു. വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളിലൂടെ നടക്കാൻ പോകുന്നു. യേശു വലിയവൻ, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. പ്രൈസ് ഗോഡ്. നീ തീരത്തില്ല. നോ യോസഫേ, നീ കാരാഗ്രഹം കൊണ്ട് തീരത്തില്ല. വർഷങ്ങളുടെ കണക്ക് പറയുന്ന ഈ അഭിഷിക്തന്മാരെ, എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, വർഷങ്ങളുടെ കണക്ക് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന അഭിഷിക്തന്മാരോട് ഞാൻ പറയുന്നു, ഒറ്റ ദർശനം കണ്ട മനുഷ്യൻ, ഒരു ദർശനം പറഞ്ഞ മനുഷ്യൻ, നീണ്ട 13 വർഷങ്ങൾ ഒരു ബന്ധവുമില്ലാതെ, ഒരു ബന്ധുക്കളുമില്ലാതെ, ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഒന്നുമില്ലാതെ തുറങ്ങിലടയ്ക്കപ്പെട്ട 13 വർഷത്തിൻ്റെ കണക്കുള്ള ഒരു ദൈവവൃദ്ധനുണ്ട്, ഒരു അഭിഷിക്തനുണ്ട്, യോസഫ്. പക്ഷേ അവൻ്റെ വാഗ്ദത്തത്തിൻ്റെ സമയമായപ്പോൾ അവൻ പുറത്തു വന്നു. അഭിഷിക്തനെ ചില വർഷങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ടാകാം, പക്ഷെ നിരാശപ്പെടരുത്. ദൈവജനമേ, ചില വർഷങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ടാകാം, നിരാശപ്പെടരുത്. നീ പുറത്തു വരും. നിന്റെ സത്യസന്ധത തെളിയിക്കുന്ന ദിവസം വരാൻ പോകുന്നു. നീ ആരെന്ന് തെളിയിക്കുന്ന ദിവസം വരാൻ പോകുന്നു. അത് നീ കാണും. നിന്റെ കണ്ണാൽ നീ കാണും. അത് ഈ ആണ്ടിൽ സംഭവിക്കും. നിന്റെ തലമുറയിൽ അത് സംഭവിക്കും. നീ വിശ്വസിക്കുക, ആമേൻ പറയുക. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് ഒരു ഉണക്ക വടി തളർത്ത് പൂത്ത് ഫലം കായ്ച്ചതുപോലെ വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട പ്രോസസ്സിങ്, വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ, ഒരു രാത്രി കൊണ്ട്, ഒന്ന് ഇരുണ്ട് വെളുക്കുന്ന ടൈം കൊണ്ട് നിന്റെ സാഹചര്യങ്ങളെ പച്ച പിടിപ്പിക്കുന്ന, നിന്റെ സാഹചര്യങ്ങളെ പൂത്തുലയിപ്പിക്കുന്ന, നിന്റെ സാഹചര്യങ്ങൾക്ക് ഫലം തരുന്ന ദൈവപ്രവൃത്തികൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി സംഭവിക്കാൻ പോകുന്നു. ആമേൻ. നാച്ചുറൽ സംഭവിക്കേണ്ടത് ചില വർഷങ്ങൾ എടുക്കണം. പക്ഷേ സൂപ്പർ നാച്ചുറൽ വെളിപ്പെട്ടു. ഒറ്റ രാത്രി കൊണ്ട് അത് തളർത്തു, പൂത്തു, ഫലം കായ്ച്ചു.
ആമേൻ. അതുപോലെ ചില സൂപ്പർ നാച്ചുറൽ ദൈവപ്രവൃത്തികൾ, അസാധാരണമായ ദൈവപ്രവൃത്തികൾ സെക്കൻഡുകൾ കൊണ്ടും ദിവസങ്ങൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും സംഭവിക്കാൻ പോകുന്നു. വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട ചില കാര്യങ്ങൾ ചില മാസങ്ങൾ കൊണ്ട്, ചില ആഴ്ച കൊണ്ട് ചിലതിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും. വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം ആ പ്രവൃത്തി ഇത് വിശ്വസിച്ച് ആമയും പറയുന്നതിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന തലമുറകൾ, നിരാശപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ, ചില രാജ്യത്ത് പോയി അവിടെ കുടുങ്ങിക്കിടക്കുന്ന ചിലവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ദിവസങ്ങൾക്കുള്ളിൽ, ആഴ്ചകൾക്കുള്ളിൽ ചില അത്ഭുത വഴികൾ ദൈവം തുറക്കാൻ പോകുന്നു. ചില അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും. കർത്താവ് ചെയ്യാൻ പോകും. വിശ്വസിക്കുക, ആമേൻ പറയുക. നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. കർത്താവ് നിങ്ങളുടെ കാലുകൾക്ക് ശക്തി തരും. ഏലിയാവിൻ്റെ കാലുകൾക്ക് ശക്തി കൊടുത്തതുപോലെ ആമേൻ. എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല പാസ്റ്ററെ, എനിക്ക് ഇനി ശുശ്രൂഷയിൽ തുടരാൻ പറ്റുമെന്നോ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റുമെന്നോ, ഈ സഭയെ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്ന ദൈവദാസന്മാരുണ്ട്. നിങ്ങളെ വിളിച്ചത് കർത്താവല്ലേ, നിങ്ങളുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവല്ലേ. നിങ്ങൾ നിരാശപ്പെടരുത്. ദൈവം നിങ്ങൾക്ക് ശക്തി തരും, ദൈവം നിങ്ങൾക്ക് കൃപ തരും. നിങ്ങളെ അഭിഷേകം ചെയ്തവൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ധൈര്യത്തോടിരിക്കുക. നിങ്ങളെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നവരുണ്ടാകാം, നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരുണ്ടാകാം, നിങ്ങളുടെ ശുശ്രൂഷയെ വിരൽ ചൂണ്ടുന്നവരുണ്ടാകാം. മൈൻഡ് ചെയ്യരുത്, നെവർ മൈൻഡ്. ചിരിച്ചുകൊണ്ട് നിൽക്കുക, ക്രിസ്തുവിൻ്റെ അതേ ഭാവം കാണിക്കുക, സ്നേഹത്തോടെ സഹോദരനാ തന്നെ വിളിക്കുക, സ്നേഹത്തോടെ പെരുമാറുക, അവരെ സ്നേഹിക്കുക. യേശു നല്ലവനെന്ന്, യേശു വലിയവനെന്ന് നീ കാണിച്ചു കൊടുക്കുക. നിന്നിലൂടെ അത്ഭുതങ്ങൾ അവർ കാണാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ ദൈവപ്രവർത്തികൾ അവർ കാണാൻ പോകുന്നു. നിങ്ങളെ സ്വർഗം മാനിക്കാൻ പോകുന്നു. എനിക്ക് ആ വിഷയത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല, എനിക്കൊരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റുന്നില്ല, ഞാൻ തളർന്നു പോകുന്നു, മാനസികമായി ശാരീരികമായി തളർന്നു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു. ഈ കുടുംബജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഈ ശുശ്രൂഷയിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഈ ജോലി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല പാസ്റ്ററെ, ഞാൻ മടുത്തു പാസ്റ്ററെ, ഞാൻ മടുത്തു സഹോദര എന്ന് പറയുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ശബ്ദം ആമേൻ. രഥചക്രങ്ങളുടെ മുമ്പിലോടുന്ന ഒരു അഭിഷേകമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആഹാബിൻ്റെ രഥചക്രങ്ങളുടെ മുമ്പിലോടുന്ന, ഓടിപ്പിക്കുന്ന ഒരഭിഷേകം. കുതിരകൾ പോലും അമ്പരന്ന് പോയി. എടാ, ഞങ്ങളെ ഓവർടേക്ക് ചെയ്യുന്ന മനുഷ്യനോ? ഇത് നാച്ചുറൽ അല്ല, ഇത് സൂപ്പർ നാച്ചുറലാണ്. സാധാരണ മനുഷ്യന് കുതിരയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല, രഥത്തെ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ ദൈവപ്രവൃത്തിയാണ്, അസാധാരണമായ അഭിഷേകം. ഏലിയാവിൻ്റെ മേൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഏലിയാവിൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആത്മാവിൽ കുതിക്കാൻ തുടങ്ങി. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു സ്പീഡ്. ആമേൻ. ലോകം ഇന്ന് വരെ, രാജാക്കന്മാർ ഇന്ന് വരെ കാണാത്ത, ആഹാബ് ഇന്ന് വരെ കാണാത്തൊരു സ്പീഡ് അവൻ്റെ കാലിന് വന്നു. ആഹാബ് നോക്കുമ്പോൾ ഞാൻ ചില മണിക്കൂറുകൾ കൊണ്ട് ഓടി വന്ന സംഭവമാണ്, പക്ഷെ ദൈവം സെക്കൻഡ് കൊണ്ട് ഓടിക്കറുന്നു. ഇതെന്തൊരു ദൈവപ്രവൃത്തി! തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗം ഒരുക്കുന്ന രീതികൾ, ശൈലികൾ എങ്ങനെയാണ്? മറ്റുള്ളവർ മണിക്കൂറുകൾ കൊണ്ടും ദിവസങ്ങൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും ഓടിക്കറുന്നത് ഈ മിനിറ്റുകൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് ഓവർകം ചെയ്യുന്ന, ഓവർടേക്ക് ചെയ്യുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തെ നീ മുറുകെ പിടിക്കുക, ആ അഭിഷേകത്തെ നീ സേവ് ചെയ്യുക, അഭിഷേകത്തോട് ചേർന്ന് നിൽക്കുക. നിന്റെ തളർന്നിരിക്കുന്ന സാഹചര്യത്തിന് ശക്തി പകരുന്ന, നീ തകർന്നിരിക്കുന്ന വിഷയത്തിന് ശക്തി പകർന്നു നിന്നെ
ദുഃഖിപ്പിക്കുന്ന, എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമോ, ഞാൻ തീർന്നു പോകുമോ, എൻ്റെ ശുശ്രൂഷ അസ്തമിച്ചോ, എൻ്റെ കുടുംബജീവിതം തീർന്നോ, എൻ്റെ മക്കളുടെ ഭാവി എന്താകും, ഇതെല്ലാം നിലച്ചു പോകുകയാണോ? നോ നോ നോ, നിലയ്ക്കത്തില്ല. നീ ഓടാൻ പോകുന്നു ആത്മശക്തിയോടെ, അഭിഷേകത്തോടെ. നിന്റെ ശുശ്രൂഷ തീർന്നു ആരാ പറഞ്ഞേ? പറയുന്നവർ പറയട്ടെ, പക്ഷെ സ്വർഗം പറയുന്നു നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. അഭിഷേകത്തിനെ, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. ആമേൻ. നിന്റെ കാലുകൾക്ക് ബലമേകാൻ പോകുന്നു, നിന്റെ അതരത്തിന് മൂർച്ചയേറാൻ പോകുന്നു, നീ ആത്മാവിൽ കുതിക്കാൻ പോകുന്നു. ആമേൻ. നിന്റെ കൂടി ഇറങ്ങിയവർ, നിന്റെ ഒപ്പമിറങ്ങിയവർ, ആമേൻ, വർഷങ്ങൾ കൊണ്ട് നേടിയത് നീ മാസങ്ങൾ കൊണ്ട് നീ കയ്യിലൊതുക്കുന്ന വിധത്തിലുള്ള ദൈവപ്രവർത്തികൾ നിന്നിലൂടെ സ്വർഗം ചെയ്യാൻ പോകുന്നു. ആമേൻ. അത് സംഭവിക്കും. പ്രൈസ് ഗോഡ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അഭിഷുദ്ധനാണെങ്കിൽ, രാത്രിയെ പകലാക്കുന്ന ഭക്തനാണെങ്കിൽ അത് സംഭവിക്കും. ആമേൻ. രാത്രിയുടെ യാമങ്ങളിൽ പൗലോസും ശീലാസും പ്രശ്നങ്ങളുടെ പ്രതിസന്ധിയുടെ നീറുന്ന വേദനയുടെ നടുവിലും ആത്മാവിൽ ആരാധിച്ചു കയറിയതുപോലെ ആരാധിക്കുന്നവനാണോ നീ? ആരാധിക്കുന്നവളാണോ നീ? നിന്നെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. നീ ആത്മാവിൽ കുതിച്ചു കയറാൻ പോകുന്നു, ആത്മാവിൽ മുന്നേറാൻ പോകുന്നു. ഒരു സോഷ്യൽ മീഡിയകൾ കൊണ്ടും ഒന്നിനെ തകർക്കാൻ കഴിയത്തില്ല. അഭിഷേകനെ, നീ ശക്തിയോടെ പുറത്തു വരും. ആരും എന്തും പറയട്ടെ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നിനക്ക് കൈമാറുന്ന ശബ്ദങ്ങളെ നിന്നോട് പറയുന്നു, നീ ചെയ്യുക, ധൈര്യത്തോടെ ചെയ്യുക. ആരുമില്ലേ? സ്വർഗം കൂടെ ഉണ്ടെന്ന്. ആമേൻ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. ശോധനകൾ വർദ്ധിച്ചേക്കാം. ഒരു തെറ്റും ചെയ്യാത്ത എബ്രായ ബാലന്മാരെ തീക്കകത്തേക്ക് എടുത്തിട്ട് മാത്രമല്ല, തീയുടെ ബലം, തീയുടെ ശക്തി 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. 7 മടങ്ങ് വർദ്ധിപ്പിച്ച തീക്കകത്തോടെ നടക്കുന്ന ഒരു ഭക്തന്മാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദാനിയേൽ പ്രവചനത്തിൽ. പ്രൈസ് ദി ലോർഡ്. സാധാരണ തീക്കകത്ത് നിൽക്കാൻ പറ്റുന്നില്ല, പൊള്ളലെ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്നവരാണ് നമ്മൾ. സാധാരണ ഇപ്പോഴത്തെ ചൂട് പോലും താങ്ങാൻ കഴിയുന്നില്ല. പക്ഷേ തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടും അവരെ കെട്ടിയ കയറുകൾ വെന്തുപോയിട്ടും ചാരമായിട്ടും ഒരു തീയുടെ ഗന്ധമോ തീയുടെ ഒരു ചൂട് പോലും അനുഭവിക്കാതെ എയർ കണ്ടീഷൻ റൂമിൻ്റെ അകത്ത് നടക്കുന്നത് പോലെ ആ എബ്രായ ബാലന്മാർ തീക്കകത്തോടെ നടക്കുകയാണ്. എന്താ ദൈവപ്രവൃത്തി! ഹേമേൻ. ഇവിടെ സാധാരണ ഭൂമിക്കൂടെ ചൂടെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അത് തീക്കകത്തോടെ നടക്കുന്നു. ഇതാണ് സൂപ്പർ നാച്ചുറൽ ദൈവപ്രവൃത്തി. ഇതാണ് അസാധാരണ ദൈവപ്രവൃത്തി. ഇതാണ് അഭിഷേകം. ഇതാണ് ദൈവത്തിൻ്റെ കരുതൽ. ഇതാണ് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ. ദൈവിക പദ്ധതിയുള്ളവനെ 7 മടങ്ങ് തീ വർദ്ധിപ്പിച്ചാലും, അതിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചാലും ആ തീകൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തീ അഭിഷിക്തന്മാരുടെ മുമ്പിൽ തലകുനിച്ചു, നാണം കെട്ടുപോയി. ആമേൻ. അഭിഷേകമുള്ളവനെ തീക്കകത്തിട്ടാലും തീയുടെ ബലം കെടുകയുള്ളൂ, അഭിഷിക്തന്മാരുടെ ബലം കെടത്തില്ല. ആമേൻ. അവർ അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരും. എത്ര തന്നെ തീ ശോധനയുടെ അകത്ത് നിങ്ങൾ വീണാലും, നിങ്ങളെ മനഃപൂർവ്വം ചിലർ തള്ളിയിട്ടാലും പേടിക്കേണ്ട. ആ തീക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെ ബന്ധിച്ച ചില ബന്ധനങ്ങൾ ആ തീയിൽ വെന്തുമാറും. നിങ്ങൾ സുരക്ഷിതരായി പുറത്തു വരും. നിങ്ങളെ മാനിക്കുന്ന ഒരു ജനം അവിടെ നിൽക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധി വർദ്ധിക്കുമ്പോൾ നിരാശപ്പെടരുത്. പ്രതികൂലം കൂടുമ്പോൾ വർദ്ധിക്കുമ്പോൾ നിരാശപ്പെടരുത്. കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളുടെ കണ്ണാൽ കാണാൻ പോകുന്നു. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഏത് കണ്ണാൽ കണ്ടോ അതേ കണ്ണാൽ തന്നെ നിങ്ങൾക്കുള്ള അനുഗ്രഹവും നിങ്ങൾ കാണാൻ പോകുന്നു. നിങ്ങളുടെ തലമുറയുടെ വേദനകൾ, പ്രയാസങ്ങൾ, നിരാശങ്ങൾ ഏത് കണ്ണുകൾ കൊണ്ട് കണ്ടോ അതേ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ അവരുടെ നന്മയും അവരുടെ അനുഗ്രഹവും നിങ്ങൾ കാണാൻ പോകുന്നു. ദൈവശബ്ദം. ആമേൻ, 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 ആമേൻ. യോഹന്നാനെ പത്മോസിലേക്ക് എടുത്തെറിഞ്ഞു. ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. പത്രോസിന് കാതുകൾ വെട്ടിയ എടുത്തിയാടുന്ന വെട്ട് നടത്തുന്ന പത്രോസിന് കൊടുത്തത് സ്വർഗത്തിന്റെ താക്കോലം. യോഹന്നാന് കൊടുത്തത് യേശുവിൻ്റെ അമ്മയാണ്. പക്ഷെ അവന് പരാതിയില്ല.
കൂട്ടു ശുശ്രൂഷകന്മാരുടെ കൂടെ ശുശ്രൂഷ ചെയ്ത് നടക്കുക. സുന്ദരമന എന്ന ദേവാലയ ഗോപുരത്തിൻ്റെ മുമ്പിൽ നിന്ന് മുടന്തനെ എഴുന്നേൽപ്പിക്കുമ്പോഴും അവനൊന്നും ചെയ്യുന്നില്ല, യോന സൈലൻ്റ്. പക്ഷേ എന്നിട്ട് ഇതൊന്നും ചെയ്യാതെ ശുശ്രൂഷകന്മാരുടെ കൂടെ നടന്ന് മനുഷ്യനെ പത്മോസിലേക്ക് എടുത്തെറിഞ്ഞു. പക്ഷെ പത്മോസ് കൊണ്ട് യോഹന്നാനെ നീ തീരത്തില്ല. കാരണം വരുന്ന തലമുറയ്ക്കുള്ള വെളിപ്പാട് നിന്നിലൂടെ ഞാൻ കൈമാറും. വരുന്ന ജനത്തിന്, വരുന്ന തലമുറയ്ക്ക് ഉള്ള വെളിപ്പാട്, 7 സഭകൾക്കുള്ള ദൂത് നിന്നിലൂടെയാണ് പുറത്തു വരാനുള്ളത്. ദ്വീപിന് നിന്നെ, പത്മോസ് ദ്വീപിന് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, നിങ്ങൾ കിടക്കുന്നതിൽ പത്മോസിൻ്റെ അനുഭവമാണെങ്കിലും അതിന് നിന്നെ തീർക്കാൻ കഴിയില്ല. നിന്നിലൂടെ വിടുവിക്കപ്പെടേണ്ടവരുണ്ട്, നിന്നിലൂടെ ദൈവശബ്ദം കേൾക്കേണ്ടവരുണ്ട്, നിന്നിലൂടെ പുറത്തു വരേണ്ടവരുണ്ട്. അവരുടെ അടുത്തേക്ക് നിന്നെ അഭിഷേകത്തോടെ ദൈവം അയക്കും, ദൈവം നിന്നെ ഉപയോഗിക്കും. പത്മോസിൽ കൊണ്ടിട്ടവർ തന്നെ നിന്നെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. അവിടെയും നിന്നെ തകർക്കാൻ കഴിയില്ല. ഏത് സാഹചര്യത്തിൻ്റെ അകത്താണെങ്കിലും, ഏത് പ്രതിസന്ധിക്കകത്താണെങ്കിലും, പുറത്തു വരത്തില്ല എന്ന് ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ അകത്താണെങ്കിലും, എന്നെ കേൾക്കുന്ന ദൈവജനമേ, അഭിഷിക്തന്മാരെ, അഭിഷിക്തകളെ, നിങ്ങൾ പുറത്തു വരും. സഹോദര സഹോദരി, ദൈവത്തിന് പദ്ധതിയുള്ളവരാണ് നിങ്ങൾ. നിങ്ങളെ ദൈവം പുറത്ത് കൊണ്ടുവന്നിരിക്കും. പ്രാർത്ഥിക്കുന്നവനാണോ? ദൈവമായി ഒരു ബന്ധം നിങ്ങൾക്കുണ്ടോ? അഭിഷേകത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ടോ? രാത്രിയെ പൗലോസ് പകലാക്കി മാറ്റിയതുപോലെ രാത്രിയുടെ യാമങ്ങളിൽ ആരാധിക്കുന്നുണ്ടോ? രാത്രിയുടെ യാമങ്ങളിൽ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? ബലമേറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ? നിന്നെ ഒതുക്കാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏത് സാഹചര്യത്തിൻ്റെ അകത്തുനിന്നും അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. പുറത്തു വരത്തില്ല എന്ന് പറയുന്ന നാട്ടുകാരല്ലേ, പുറത്തു വരത്തില്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങളല്ലേ. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ പുറത്തു വരാൻ പോകുന്നു. അധികാരത്തോടെ, അഭിഷേകത്തോടെ, അനുഗ്രഹിക്കപ്പെട്ടവളായി നിങ്ങൾ പുറത്തു വരും. പരിശുദ്ധാത്മാവ് എന്നോട് കൈമാറിയ 1-2 പ്രവചന ശബ്ദം കൂടെ ഞാൻ കൈമാറുന്നു. കേരളത്തിൽ നമ്മൾ ഓരോ ദിവസവും കേൾക്കുകയും TV ന്യൂസ് കാണുകയും ചെയ്യുന്നത് ഭയപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതുമായ വാക്കുകളാണ്. തലമുറകളെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കുന്നു. ഈ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ തലമുറ നാളത്തെ അഭിഷിക്തന്മാരായി ദൈവ ജനമായി മാറട്ടെ, അഭിഷിക്തകളായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, കേരളമേ, പാവപ്പെട്ട ഉപദേശിമാർ പരസ്യയോഗങ്ങൾ നടത്തുന്ന കവലകളിലും ടൗണുകളിൽ, ഗ്രാമങ്ങളിൽ പരസ്യയോഗങ്ങൾ നടത്തുന്ന, ട്രാക്റ്റ് കൊടുക്കുന്നവർ, യേശുവിനെ പ്രസംഗിക്കുന്നവർ, നിങ്ങൾ നോക്കുമ്പോൾ അവർ സാധുക്കളായിരിക്കാം, നല്ല ബ്രാൻഡഡ് ന്യൂ ഷർട്ടുകൾ കാണത്തില്ലായിരിക്കും, നല്ല വണ്ടികൾ കാണത്തില്ലായിരിക്കും, ഒന്നും കാണത്തില്ലായിരിക്കും, അവരുടെ കൂടെ സപ്പോർട്ടിനും ആരും ഉണ്ടാകത്തില്ല. പക്ഷെ അവർ പറയുന്ന നാമം ഏറ്റവും ശക്തിയുള്ള നാമമാണ്. അവർ ഉയർത്തുന്ന നാമം ഏത് നാമത്തെക്കാളും മേലായ നാമമാണ്. അവരുടെ സപ്പോർട്ട് സ്വർഗമാണ്. നിങ്ങൾ പലപ്പോഴും എല്ലാവരും അല്ല കേട്ടോ, പലയിടത്തുനിന്നും ഈ പരസ്യയോഗങ്ങൾ നടത്തുന്ന അഭിഷിക്തന്മാരെ, തൻ്റെ ഭക്തന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവരുടെ ട്രാക്റ്റുകൾ, ബൈബിളുകൾ വലിച്ചു കളഞ്ഞിട്ടുണ്ട്, അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, അവരെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. പലയിടത്തുനിന്നും അവരെ മൈക്ക് സിസ്റ്റങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞ് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. എനിക്ക് ദൈവം തന്ന വെളിപ്പാടിൽ, നിയോഗത്തിൽ നിന്ന് ഞാൻ പ്രവചിക്കുന്നു. ഇനി കേരളം കാണാൻ പോകുന്നത് പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, നിയമങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഈ തലമുറയെ അഭിഷിക്തന്മാർ നിയന്ത്രിക്കും. പ്രൈസ് ഗോഡ്. ഒരു നിയമത്തിനും ഇനി ഈ തലമുറകളെ കഞ്ചാവിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായിപ്പോയ ഈ തലമുറയെ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയത്തില്ല, നിയമങ്ങൾക്കോ പോലീസ് മുറകൾക്കോ കഴിയത്തില്ല. പക്ഷേ അഭിഷേകത്തിന് കഴിയും.
ആമേൻ. വഴിത്തലകളിൽ നിന്ന് ആമേൻ പരസ്യയോഗങ്ങൾ നടത്തുന്ന ദൈവദാസന്മാരുടെ അടുക്കിലേക്ക് ആമേൻ ജനം കൂട്ടമായി വരും. പ്രാർത്ഥിക്കണം, ദൈവദാസനെ ഉപദേശി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ ഈ പരസ്യയോഗങ്ങൾ നടത്തുന്ന ഉപദേശിമാരുടെ അടുക്കിലേക്ക് വരാൻ പോകുന്നു. ഈ കാഴ്ച കേരളം കാണാൻ പോകുന്നു. ആമേൻ. കേരളം ഇനി കാണാൻ പോകുന്ന ഒരു അത്ഭുതം, കേരളം ഇനി കാണാൻ പോകുന്ന ഒരു സംഗതി. ആമേൻ. പരസ്യ യോഗങ്ങൾ ഇല്ലെങ്കിൽ ഉപദേശിമാർ വഴിത്തലക്കിൽ നിന്ന് പ്രസംഗിക്കുന്ന, ഇന്ന് വരെ നിങ്ങൾ എഴുതിത്തള്ളിയ, നിങ്ങൾ ആട്ടിവിട്ട ആ ഉപദേശിമാരുടെ അടുത്ത് ജനം കൂട്ടത്തോടെ കേരളത്തോട് ഞാൻ പ്രവചിക്കുന്നു, ആ അഭിഷിക്തന്മാരുടെ, ആ സാധുക്കളായ ഉപദേശിമാരുടെ അടുക്കിലേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ, നിങ്ങൾ ഏത് ദേശത്ത് നിൽക്കുന്നു ആ ദേശത്തുള്ള ആമേൻ അവിടെയുള്ള മാതാപിതാക്കൾ കുടുംബത്തോടെ നിങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ കരഞ്ഞുകൊണ്ടുവരുന്ന ദിനങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്നു. ഇത് കേരളം കാണാൻ പോകുന്നു. ഇനി ഈ തലമുറയെ നിയന്ത്രിക്കാൻ ദൈവസഭയ്ക്കും അഭിഷിക്തന്മാർക്ക് കഴിയത്തുള്ളൂ, അഭിഷേകത്തിന് കഴിയത്തുള്ളൂ. അഭിഷിക്തന്മാരെ ഒരുങ്ങിക്കൊള്ളുക. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, അഭിഷിക്തന്മാരെ ഒരുങ്ങിക്കൊള്ളുക. ഈ തലമുറയെ നമുക്ക് നേടാം. ഈ തലമുറ കുറിച്ച് വചനം പറയുന്നു, ഇവർ നാളത്തെ പ്രവാചകന്മാരാണ്, നാളത്തെ അപ്പോസ്തലന്മാരാണ്. നമുക്ക് ഈ തലമുറയെ നമുക്ക് നേടാം. ഈ തലമുറകൾക്ക് വേണ്ടി നമുക്ക് ആമേൻ അഭിഷേകത്തോടെ, ആത്മാവിൻ്റെ നിയോഗത്തോടെ ഇറങ്ങിത്തിരിക്കാം. ആമേൻ. ദൈവജനമേ, കേരളമേ, കേരളത്തോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്ന ശബ്ദം ഇനി സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ കാണാൻ പോകുന്നത് മൈക്ക് വാങ്ങി എറിയുന്നതല്ല. ആമേൻ. അഭിഷിക്തന്മാർ പരസ്യയോഗം നടത്തുന്ന ദൈവദാസന്മാരുടെ ഉടുപ്പ് വലിച്ച് കീറുന്നതല്ല, ട്രാക്ട് കീറി കളയുന്നതല്ല. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്, സോഷ്യൽ മീഡിയകളിൽ ഇനി കാണാൻ പോകുന്നത്, ആമേൻ, ഇങ്ങനെ പരസ്യയോഗങ്ങളിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുടെ അടുത്ത് വന്ന് മാതാപിതാക്കൾ കരയും. ആമേൻ. ഉപദേശി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് കൈകൂപ്പി വന്ന് നിൽക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ കാണാൻ പോകുന്നു. ജനങ്ങൾ കൂട്ടത്തോടെ വിടുവിക്കപ്പെടാൻ പോകുന്നു. തലമുറകൾ കൂട്ടത്തോടെ വിടുവിക്കപ്പെടാൻ പോകുന്നു. ഇപ്പോൾ ക്രിമിനലുകളായി നടക്കുന്ന, ആമേൻ, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി നടക്കുന്ന തലമുറകൾ നാളത്തെ അഭിഷിക്തന്മാരെ പുറത്തു വരാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അതിനാമേൻ പറയുക, ദൈവജനം പ്രാർത്ഥിക്കുക. ഇത് നിങ്ങൾ കാണാൻ പോകുന്നു. ആമേൻ. വീണ്ടും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ മറ്റൊരു കാര്യം, സൂയിസ് കനാൽ, ആ വിഷയത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധമുണ്ടാകാൻ പോകുന്നു. ആ രാജ്യത്തിന്, സൂയിസ് കനാൽ ഇരിക്കുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയെ തകർക്കുന്ന, അവരുടെ ബിസിനസ് മേഖലയെ തകർക്കുന്ന ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നു. എന്നോട് ദൈവാത്മാവ് വ്യക്തമായി പറയുന്ന ഒരു ശബ്ദമാണ്, സൂയിസ് കനാൽ സംബന്ധിച്ച് ഒരു വലിയ യുദ്ധമുണ്ടാകാൻ പോകുന്നു. ആമേൻ. സൂയിസ് കനാൽ തകർത്ത് കളയുന്ന ഒരു സംഭവം പോലെ വലിയൊരു അനർത്ഥം, വലിയൊരു സംഭവം ആ കനാലുമായി, സൂയിസ് കനാലുമായി സംബന്ധിച്ചുണ്ടാകാൻ പോകുന്നു. ആമേൻ. ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു യുദ്ധം. ആമേൻ. ദൈവജനം പ്രാർത്ഥിക്കുക. രാജ്യങ്ങൾ സമാധാനത്തോടെ കാര്യങ്ങൾ നീക്കട്ടെ. രാജ്യങ്ങളിൽ സ്വസ്ഥത, സമാധാനം വ്യാപരിക്കട്ടെ. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുടെ തീവ്രത കുറയട്ടെ. ദൈവജനം പ്രാർത്ഥിക്കുക. ഈ പറയപ്പെട്ട ഓരോ ശബ്ദങ്ങളെ ഓർത്ത് ദൈവജനം പ്രാർത്ഥിക്കുക. ആമേൻ. എന്നെ കേട്ട് ദൈവശബ്ദങ്ങളെ റിസീവ് ചെയ്ത കുടുംബങ്ങളുടെ, വ്യക്തികളുടെ, അഭിഷിക്തമായ ജീവിതത്തിൽ വരും നാളുകളിൽ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, അഭിഷേകം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ തനിച്ചല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന കുരുങ്ങിപ്പോയി, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉയരാൻ പറ്റത്തില്ല, പുറത്തു വരാൻ കഴിയത്തില്ല, ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല, ഇനി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല, ഇനി ഞങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കത്തില്ല, ഇനി ഉയർച്ച ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന സഹോദര, സഹോദരി, അഭിഷിക്തകളെ നിങ്ങളോട് ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറപ്പെടുവിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു വിട്ടുവരാൻ പോകുന്നു.
യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഉള്ളറയിൽ ഒതുങ്ങിപ്പോയ വർഷങ്ങളായി പുറത്തു വരാൻ പറ്റാത്തവർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. വർഷങ്ങളുടെ കണക്ക് പറഞ്ഞിരിക്കുന്ന രോഗികളായിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ സൗഖ്യമാകാൻ പോകുന്നു. 38 വർഷം കണക്ക് പറയുന്ന രോഗി സൗഖ്യമായെങ്കിൽ ബൈബിളിൻ്റെ അകത്ത് പറയുന്നു 38 വർഷമായി പക്ഷാഘാതക്കാരൻ സൗഖ്യമായി. 12 വർഷം സൗഖ്യമില്ലാതെ അലഞ്ഞ രക്തസ്രാവമുള്ള സ്ത്രീ സൗഖ്യമായെങ്കിൽ 18 വർഷമായി കൂനിയായിരുന്ന സ്ത്രീ യേശു തൊട്ടപ്പോൾ അവളുടെ കൂനി മാറി അവൾ എഴുന്നേറ്റെങ്കിൽ എന്നെ കേൾക്കുന്ന ജനത്തോട്, രോഗികളോട് ഞാൻ പറയുന്നു, വർഷങ്ങളുടെ കണക്ക് പറഞ്ഞ് നിരാശപ്പെടരുത്. നിങ്ങളെ യേശു സൗഖ്യമാക്കാൻ പോകുന്നു. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ച് പുറത്തു വരാൻ പോകുന്നു. നിങ്ങൾ അത്ഭുത സാക്ഷ്യമാകാൻ പോകുന്നു. നിങ്ങളുടെ കൂന് മാറാൻ പോകുന്നു. നിങ്ങളുടെ വർഷങ്ങളായി നിൽക്കുന്ന രോഗക്കിടക്കയെ സ്വർഗം മാറ്റി നിങ്ങളെ സൗഖ്യം തന്ന് പുറത്തു കൊണ്ടുവരാൻ പോകും. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വർഷങ്ങളായ റൂമുകളിൽ കഴിയുന്ന രോഗികൾ സൗഖ്യമായി പുറത്തു വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, അവരുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവർ ശക്തന്മാരായി അഭിഷേകത്തിൻ്റെ നിറവിൽ പുറത്തു വരുന്ന ദൈവജനമായി മാറട്ടെ. അഭിഷിക്തന്മാരായ അഭിഷിക്തകളായി മാറട്ടെ. ഞാൻ ബ്ലസ് ചെയ്യുന്നു. സ്വർഗം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.